സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ വർഗീയത പടരില്ല, നമ്മുടെ മണ്ണ് വർഗീയതയെ എക്കാലത്തും പടിക്ക് പുറത്തു നിർത്തും എന്നതാണ് നമ്മൾ കേരളീയരുടെ സ്വകാര്യ അഹങ്കാരം. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ അഹങ്കാരത്തിന് ഒരിത്തിരി ക്ഷതമേൽപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം ചില കണക്കുകൾ അത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല, പല നിയമസഭാ മണ്ഡലങ്ങളിലും വർഗീയ ശക്തികൾക്ക് വേരോട്ടം കൂടിയിരിക്കുന്നു, അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അതിന് പശ്ചാത്തലത്തിൽ അതിനു പിന്നാലെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ വളരെ വർഗീയമായ രീതിയിൽ സംസാരിക്കുന്നത് കൂടുതൽ ആ സംസാരിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ മുന്നോട്ട് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കനത്ത ആഘാതം ഉണ്ടായിട്ടുണ്ട്. ആ ആഘാതത്തിന്റെ കാരണം വെള്ളാപ്പള്ളി കണ്ടെത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ പ്രീണന നയമാണെന്നാണ്. രാജ്യസഭയിലേക്ക് 3 കാൻഡിഡേറ്റുകൾ വന്നപ്പോൾ അതിനകത്ത് പൂർണ്ണമായും ന്യൂനപക്ഷങ്ങൾക്ക് വിളമ്പി നൽകി എന്ന പ്രസ്താവനയും തൊട്ടടുത്ത ദിവസം വെള്ളാപ്പള്ളി നടത്തുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ വർഗീയ പ്രചാരണങ്ങൾക്ക് ശക്തി കൂടി വരുന്ന സാഹചര്യമുണ്ടോ? അക്കാര്യമാണ് സിറാജ് ലൈവ് ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം ചേരുന്നു മുസ്തഫ പിയറയ്ക്കൽ, മുഹമ്മദ് അലി കിനാലൂർ. മുസ്തഫ മാഷെ, കേരളത്തിലെ ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരുപാട് അപഗ്രഥനങ്ങൾക്ക് വിധേയമാകേണ്ട ഒന്നാണ്. നമ്മൾ ആ റിസൾട്ടിലേക്ക് ഇഴകീറി പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും വർഗീയ ശക്തികൾ ചെറിയ തോതിൽ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കുന്നുണ്ടോ എന്ന സംശയം അത് ഉയർത്തുന്നുണ്ട്. BJPക്ക് ആകെ മൊത്തത്തിൽ 3% വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തൃശ്ശൂരിൽ അവർ വിജയിച്ചു എന്നതിന് പുറമെ തന്നെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് എന്നതൊക്കെ ശരി തന്നെ, എങ്കിൽ പോലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം അവർക്കുണ്ടാകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ വർഗീയത പടർന്നു തുടങ്ങുകയാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? BJP തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെ ജയിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ചർച്ചയ്ക്കകത്ത് സൂചിപ്പിച്ച കാര്യമാണ്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ ഒരു പ്രതിച്ഛായ, അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനം, അങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ്, ഒരു സവർണത, അങ്ങനെ പല സംഗതികൾ വരുന്നതുകൊണ്ടാണ്. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലൊന്നും അങ്ങനെ അല്ല. അവിടെയൊക്കെ ജയസാധ്യത മാത്രമായിരുന്നില്ല മുന്നിട്ടുണ്ടായിരുന്നത്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥാനാർത്ഥിക്ക് പോലും ആളുകൾ BJPയുടെ സ്ഥാനാർത്ഥിക്ക് താമരയിൽ വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് കേരളമാണ് എന്ന മുദ്രാവാക്യമൊന്നും ഇടക്കിടക്ക് ഇങ്ങനെ മുഴക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ വർഗീയത എല്ലാ അക്കൗണ്ടും പൂട്ടിക്കും, വർഗീയതയ്ക്ക് ഒരിടവും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ആവർത്തിച്ചത് കൊണ്ടോ അത് ഒരിക്കലും ശരിയായ യാഥാർത്ഥ്യബോധത്തിലുള്ള കാര്യമായിരിക്കില്ല. ആളുകളുടെ ഉള്ളിൽ വർഗീയത തന്നെ പടരുകയാണ്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയഗതിക്ക് വളരെ വേഗത്തിൽ പ്രചാരം ലഭിക്കാവുന്ന സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടാവുകയാണ്. അത് നമ്മൾ കരുതുന്നത് പോലെ പുറമേ കാണുന്നവരല്ല, സംഘപരിവാറിൻ്റെ പ്രവർത്തകരല്ല, BJPയുടെ പ്രവർത്തകരല്ല, എന്നാൽ എന്താ പറയുക, പൊട്ടൻഷ്യൽ സംഘപരിവാർക്കാർ ഉണ്ടാവുകയാണ്. അങ്ങനെ ആയിത്തീരാൻ സാധ്യതയുള്ളവരായി തീരുകയാണ്. അവരുടെ മുന്നിലുള്ള ഏത് പ്രശ്നത്തെയും വർഗീയമായി കാണുന്നവർ കൂടി വരികയാണ്. ഒരു ആക്സിഡൻറ്റിൽ പെട്ട ആൾ ആര് എന്ന് നോക്കിയിട്ട് അതിനെ വർഗീയമായി ചിത്രീകരിക്കുകയാണ്. ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ച ആളുടെ പേര് എന്താണ് എന്ന് നോക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാട് ഏത് എന്ന് നോക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അവിടെ എത്ര പേർ താമസിക്കുന്നു അതിൻ്റെ ഭൂരിപക്ഷം എടുത്തിട്ട് സംസാരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വർഗീയത കത്തി നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് BJPക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ആ വോട്ടിനേക്കാൾ ഏറെ വലിയ അതിന് എന്തുണ്ട് മുഴക്കമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഓരോ ഇഷ്യൂവിനെയും വർഗീയമായി തന്നെ കാണുകയും വളരെ ഒരർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും വലിയ തോതിലുള്ള പ്രചാരണം കിട്ടുന്ന ഒരു ഇടമായി കേരളം മാറുന്നു എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയം ഇതിനകത്തുണ്ട്. നമ്മുടെ മതേതര പാർട്ടികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് ആയാലും CPM ആയാലും ഇടതുപക്ഷ വലതുപക്ഷ മുന്നണിയിലെ മറ്റ് കക്ഷികളായാലും
ഗൗരവപൂർവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ BJPക്ക് വോട്ട് കൂടുകയല്ല ആദ്യം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, മറിച്ച് വർഗീയവൽക്കരിക്കപ്പെട്ട മനസ്സുണ്ടാവുകയും BJPക്ക് വോട്ട് ചെയ്യാവുന്ന നിലയിലേക്ക് ആളുകൾ മാറുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇതിൽ കേരളത്തിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. ദേശീയ തലത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളുടെയും വിപരീതം കേരളത്തിൽ സംഭവിക്കും. ഉദാഹരണം പറഞ്ഞാൽ, അടിയന്തരാവസ്ഥയ്ക്ക് പിറകെ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും തൂത്തെറിയപ്പെട്ടു. പക്ഷേ കേരളം അന്നും കോൺഗ്രസിന് സുരക്ഷിതമായിരുന്നു. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നൽകി ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് 1975 ശേഷമുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു നോക്കും. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി, അമിത്ഷാ, ഹിമന്ത് ബിശ്വ ശർമ്മ തുടങ്ങിയിട്ട് BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാവരും വർഗീയ പ്രചാരണങ്ങളാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. ആ പ്രചാരണങ്ങളെ ദേശീയ തലത്തിൽ നോക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾ തിരസ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പൂർണ്ണമായും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ തിരസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വാരാണസിയിലടക്കം നരേന്ദ്രമോദി പിറകിലേക്ക് പോകുന്നു. BJP പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിലും തോൽക്കേണ്ടി വരുന്നു. രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP സ്ഥാനാർത്ഥി തോൽക്കുകയും SP സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാടടക്കി നടത്തിയ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളെ ആ ജനത തിരസ്കരിച്ചു. പക്ഷേ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിലും അതിന് സമാനമായ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയെ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഗണപതി വട്ടമാണ് എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ടുവന്നു. അതിന് നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ ചർച്ച ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം BJP മാധ്യമങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുകയും ചെയ്തു. പലതരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് കാലങ്ങളായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അജണ്ടകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ വാഴിക്കാനുള്ള പ്രകോപനപരമായ നീക്കമാണ്. അദ്ദേഹത്തിന്റെ വാക്കാണ്, പ്രകോപനപരമായ നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, മുമ്പും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷമൊക്കെ തുടർച്ചയായി ഈ കെ സുരേന്ദ്രൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിൽ അത് പ്രചാരണത്തിൽ ഏശിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ 11 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുൻനിർത്തിയിരുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നമ്മളൊക്കെ അവഗണിച്ച ഇതിനെയൊക്കെ കേരളം അതിജീവിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയുണ്ടായിരുന്നു, കേരള സ്റ്റോറി. തനി വ്യാജമാണ് എന്നും അതിൽ പറയുന്ന IS-ലേക്ക് കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അത്രയും എണ്ണം തെളിയിക്കാൻ ഒരു അന്വേഷണ ഏജൻസികൾക്കും കഴിയില്ല എന്നും ഈ ലവ് ജിഹാദ് തന്നെയും ഒരു കെട്ടുകഥയാണ് എന്നും ദേശീയ അന്വേഷണ ഏജൻസികൾ പറഞ്ഞൊരു സംഗതിയാണ്. പക്ഷേ അത് കേരളത്തിലെ പല തെരുവുകളിലും പ്രചരിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവ സഭകളിൽ ചിലരെങ്കിലും മുൻകൈയെടുത്ത് അവരുടെ രൂപതയിൽ അത് പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കി കൊടുത്തു. ഇതെല്ലാം കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുകയും BJPയുടെ ഈ വർഗീയ അജണ്ടയിൽ അവർ വീണു പോവുകയും ചെയ്തിട്ടുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തെത്തുന്നു. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തുന്നു. കേരളത്തിൽ ഒരു കാലത്തും BJP എതിർപക്ഷത്തെ LDF അല്ലെങ്കിൽ UDF ഒരു മത്സരം നടന്നിട്ടില്ല. പക്ഷേ ആ പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ, ആലപ്പുഴയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും കോട്ടകളുണ്ട്, അവിടെ LDFൻ്റെയും കോട്ടകളുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, കേരളത്തിൽ ആകെ പരിശോധിക്കുന്ന സമയത്ത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും BJP വലിയ മുന്നേറ്റം സാധ്യമാക്കിയിട്ടുണ്ടാവുക. കാരണം ആകെ നമ്മൾ 3.68% വർധനമാണ് ഉണ്ടായതെന്ന് പറയുമ്പോഴും അവിടെ ആലപ്പുഴയിൽ മാത്രം 10%-ലധികം വർധന അവർക്ക് വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കരുതുന്ന ചില പ്രദേശങ്ങൾ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചില കേന്ദ്രങ്ങളിൽ, ചില പാർട്ടി കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയാവുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് ഇരു മുന്നണികളും പഠിക്കേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇത്രയേറെ പ്രബുദ്ധത അവകാശപ്പെടുമ്പോഴും അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് സ്വീകാര്യത നേടും. ഞാൻ അതിലേക്ക് വരാം. ഇപ്പം വർഗീയ പ്രചാരണത്തിന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മളിപ്പം ഈ ദിവസങ്ങളിൽ സ്പെസിഫിക് ആയി കണ്ടതാണ്. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയിലടക്കം പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരാളാണ് പറയുന്നത് ഇവിടെ LDFന്റെ പരാജയത്തിന് കാരണം വർഗീയ പ്രീണനമാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പോകുന്നു.
ആ രീതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹമൊക്കെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് ഈ മാറുന്ന രാഷ്ട്രീയ കാറ്റ് മുന്നിൽ കണ്ടാണോ, അല്ലെങ്കിൽ ഈ മാറുന്ന രാഷ്ട്രീയ കാറ്റിന് വേഗം പകരുക എന്ന ലക്ഷ്യമാണോ അതിന്റെ പിന്നിലുള്ളത്? എന്തായിരിക്കും വെള്ളാപ്പള്ളിയാർ നടത്തിയ പ്രസ്താവനയുടെ താല്പര്യം? ഇടതുപക്ഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായ സാഹചര്യം മുസ്ലിം പ്രീണനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിറകിലേക്ക് പോവുകയാണെങ്കിൽ 2019 എന്താണ് സംഭവിച്ചത് നമുക്ക് ചോദിക്കേണ്ടി വരും. ഈ പറയുന്ന മുസ്ലിം പ്രീണനം കൊണ്ടാണോ 2019 അവർ പരാജയപ്പെട്ടത്? 2021 എങ്ങനെ ഇടതുപക്ഷം തിരിച്ചു വന്നു? അപ്പോൾ ഈ 2019 പരാജയപ്പെടുന്നു, ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഇടതുപക്ഷം രണ്ടാമതും അധികാരത്തിലേക്ക് വരുന്നു, 2024 അവർ പരാജയപ്പെടുന്നു. മുസ്ലിം പ്രീണനം എന്ന് പറയാവുന്ന രണ്ട് സാഹചര്യങ്ങളാണ് കേരളത്തിൽ സമീപകാലത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒന്ന് ഫലസ്തീൻ വിഷയമാണ്. ഫലസ്തീൻ ഒരു മുസ്ലിം പ്രശ്നമാണോ എന്നത് ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം അവിടെ തകർക്കപ്പെടുന്നത് മുസ്ലിം പള്ളികൾ മാത്രമോ മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രമോ ആണോ? അവിടെ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ചർച്ചുകൾ തകർക്കപ്പെട്ടതിൻ്റെ വാർത്തകൾ, റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനെ ലോകത്തെങ്ങുമുള്ള മനുഷ്യർ നോക്കിക്കാണുന്നത് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നം എന്ന രീതിയിലാണ്. മനുഷ്യർക്ക് നിലനിൽക്കാനുള്ള അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ തന്നെയും ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അതിനൊരു മുസ്ലിം പ്രശ്നമായിട്ട് കാണുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഇനി രണ്ടാമത്തേത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തെ തന്നെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അത് ഒരു മുസ്ലിം പ്രശ്നം, മുസ്ലിങ്ങൾ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതല്ലല്ലോ, ഭരണഘടനാപരമായുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നതാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളെ റദ്ദ് ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അതിനെതിരെ ജനാധിപത്യവാദികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചത്. ഈ പറയുന്ന CPM മാത്രമൊന്നല്ല, BJP ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും അതിനെതിരായി സമരരംഗത്തിറങ്ങിയതാണ്. കേരളത്തിലെന്നല്ല എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള അനുഭവം. പഞ്ചാബിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, ഛത്തീസ്ഗഡിലാവട്ടെ, അവിടെയൊക്കെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനെയൊക്കെ ഫലസ്തീനാവട്ടെ, ഇപ്പുറത്ത് പൗരത്വ ഭേദഗതിയാവട്ടെ, ഇത്തരം വിഷയങ്ങളെ കേവലം മുസ്ലിങ്ങളിലേക്ക് ചുരുക്കിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുസ്ലിം പ്രശ്നത്തെ ആയിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ മണിപ്പൂരിൽ ഇടതുപക്ഷം ഇതേ നിലപാടെടുക്കുന്നുണ്ട്. മണിപ്പൂരിൽ ഇടതുപക്ഷം എന്താണ്? അവിടെയുള്ള ഭരണകൂടം ക്രൈസ്തവ വേട്ടയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ്. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ EMS സ്മൃതി നടന്നിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് CPMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെ ഒഡീഷയിലെ പുതിയ BJP മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ഒഡീഷയിലെ BJPയുടെ പുതിയ മുഖ്യമന്ത്രിയായി വാഴിക്കപ്പെട്ട ആൾ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും സംഘപരിവാർ ചുട്ടുകൊന്നപ്പോൾ ആ പ്രതികളെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ധർണയിരുന്ന ആളാണ്. അവരെയാണ് ഇപ്പോൾ അധികാരത്തിൽ വാഴിക്കുന്നത്. നോക്കൂ, ഇടതുപക്ഷം ഇത്തരം വിഷയങ്ങൾ കാലാകാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉന്നയിക്കുന്നതിനെയൊക്കെ വർഗീയമായിട്ടാണ്, മുസ്ലിം പ്രീണനമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കാണുന്നത് എങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ കുഴപ്പമല്ല, വെള്ളാപ്പള്ളിയുടെ പ്രശ്നമാണ്. തിരുത്തേണ്ടത് ഇടതുപക്ഷമല്ല, വെള്ളാപ്പള്ളിയാണ് തിരുത്തേണ്ടത്. അല്ലെങ്കിൽ കേരളം അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകണം. ഇനി ഇതിനൊറ്റ കാര്യം കൂടി ചേർത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മുസ്തഫ മാഷ്ക്ക് സംസാരിക്കേണ്ട വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവനയായിട്ടൊന്നും ഇതിനെ കാണേണ്ടതില്ല. 2015 കോഴിക്കോട്ട് മാൻഹോളിൽ അകപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഇറങ്ങി ശ്വാസം മുട്ടി മരണപ്പെട്ട നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. ആ നൗഷാദിൻ്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും നൗഷാദിൻ്റെ ആശുപത്രിയിൽ ഒരാൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. അതിനോട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന എന്താ പ്രസ്താവന വെച്ചാൽ മുസ്ലിം ആയതുകൊണ്ടാണ് സഹായം നൽകിയത് എന്ന്. അന്ന് KPCCയുടെ പ്രസിഡന്റ് VM സുധീരനാണ്. സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന പുതിയതാണ്. അദ്ദേഹം ഈ പെട്ടെന്ന് ന്യൂനപക്ഷ വിരുദ്ധനായതാണ്. നേരത്തെ അദ്ദേഹം തുറന്നു വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും. BDJS എന്ന് പറയുന്ന അദ്ദേഹം പ്രഖ്യാപിച്ച പാർട്ടിയാണ്. 2015 ഡിസംബറിൽ അദ്ദേഹം പ്രഖ്യാപിച്ച പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പം നിൽക്കുന്നത് BJPയുടെ സഖ്യകക്ഷിയായിട്ടാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ചില സാമ്പത്തിക വിഷയങ്ങൾ അല്ലെങ്കിൽ സ്ഥാപന വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളോട് ഒട്ടി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഈ വർഗീയ നിലപാട് വെള്ളാപ്പള്ളി പറഞ്ഞു എന്നതിൽ പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല. എന്താണ് ഇപ്പം ഇടതുപക്ഷത്തിന്റെ തോൽവിയിലേക്ക് പിന്നെ അവരുടെ മുസ്ലിം പ്രീണന അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണന നയം കാരണമായി എന്ന വെള്ളാപ്പള്ളി പ്രസ്ഥാനം താങ്കൾ എങ്ങനെയാണ്? അല്ല, അത് വ്യാജം, ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുകയാണ്. അതൊരു വ്യാജമായ ഒരു സംഗതി കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇനി മുസ്ലിങ്ങൾ എന്നൊരു വാക്കേ ഉച്ചരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മുസ്ലിങ്ങളോടെ ചേർന്ന് നിൽക്കുന്ന വിഷയമാണെന്ന് തോന്നുന്നു
ഒരു വിഷയം പോലും നിങ്ങൾ ഇനി എടുക്കാൻ പാടില്ല, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് പോകും എന്ന ഒരു സാധനം ഉണ്ടാക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ യഥാർത്ഥ കാരണം അന്വേഷിക്കാതെ ഒരു വ്യാജമായ സാധനം ഉണ്ടാക്കുകയും എല്ലാത്തിനും മുസ്ലിം ചാപ്പ കുത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ കിനാലിലൂടെ വിശദീകരിച്ച് കഴിഞ്ഞു. ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളൊന്നും മുസ്ലിം ഇഷ്യൂസേ അല്ല. നോക്കൂ, ഇവിടെ ഇപ്പം പൗരത്വത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അത് പൂർണ്ണമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഫലസ്തീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി അടക്കം എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിനകത്തേക്കാണ് അതത് പാർട്ടികൾ അവരുടെ രാജ്യസഭയിലേക്ക് ആര് പോകണമെന്ന് നിശ്ചയിക്കുന്നതിനെ, ആ പാർട്ടികളുടെ അവകാശവും തീരുമാനവും അല്ലേ അത്. ആ പാർട്ടികൾക്ക് പലതും നോക്കേണ്ടി വരില്ലേ? അങ്ങനെ നോക്കുന്ന ആളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, പേര് നോക്കി നിങ്ങൾ എന്താക്കുകയാണ്, അങ്ങനെ നിശ്ചയിക്കുകയാണ്. അങ്ങനെ നമ്മൾ മന്ത്രിമാരുടെയൊക്കെ പേര് നോക്കി എണ്ണം എടുക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ നമ്മളിവിടെ വർഗീയത പറഞ്ഞു എന്നാവും. അങ്ങനെ പേര് നോക്കി ഓരോത്തിൻ്റെയും പേര് നോക്കി ഏത് മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്കം എടുക്കാൻ പോകുന്നത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം പക്കാ വർഗീയതയാണ് പറയുന്നത്. അതൊരു രാഷ്ട്രീയ വിശകലനമല്ല. എല്ലാത്തിൻ്റെയും തെറ്റ് ആരുടെ മുകളിൽ, മുസ്ലിം സമുദായത്തിൻ്റെ മുകളിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഈ മുസ്ലിങ്ങളുടെ നിന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെപ്പോലും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ കോൺഗ്രസിന് വരെ പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇടതുപക്ഷം പൗരത്വ സംരക്ഷണ റാലി നടത്തുമ്പോഴേക്കും അത് മുസ്ലിം പീഡനമാണ് എന്ന് പറയുന്നത് ആരാണ്? വെള്ളാപ്പള്ളി അല്ല. അത് വെള്ളാപ്പള്ളിക്ക് മുമ്പേ കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങളെ പേടിപ്പിക്കാനാണ്, ഭയപ്പെടുത്താനാണ്. എന്തിനാണ് ഈ മുസ്ലിം എന്ന വാക്ക് ഉച്ചരിക്കുന്നത്, അതിലേക്ക് കൊണ്ടുവരുന്നത്? ജനാധിപത്യപരമായി കോൺഗ്രസ് അടക്കം എടുക്കേണ്ട നിലപാടല്ലേ അത്? അവരെടുത്തിട്ടുമുണ്ടല്ലോ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമീപനം അവരും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷം എന്തോ അധികമായി മുസ്ലിങ്ങൾ വിഷയങ്ങൾ എടുക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ അടിത്തട്ടിൽ നടന്നിട്ടുള്ള വലിയൊരു ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തിന് കൂടുതൽ ശക്തി പകരുക എന്ന വർഗീയ സംഘപരിവാർ അജണ്ട തന്നെയാണ് ആരെടുത്തിട്ടുള്ളത്. വെള്ളാപ്പള്ളിയുടെ SNDP യോഗം ഇത് ആദ്യമായെന്നല്ല, നേരത്തെ കിനാലു പറഞ്ഞതുപോലെ അവർ ആരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രവീൺ തൊഗാഡിയുമായി സംസാരിച്ചതിൻ്റെ ചരിത്രമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതൊരു പുതിയ സംഗതിയേ അല്ല. അത്തരം കേരളത്തിൽ പിന്നാക്ക ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളും, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില വർഗീയ സമീപനമുള്ളവരെയും പിന്നാക്ക വിഭാഗത്തിലുള്ളവരെയും ഒക്കെ ചേർത്തൊരു വിശാല സഖ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആശയഗതിക്ക്, അവരുടെ തന്ത്രത്തിന് ചൂട്ടുപിടിക്കുകയാണ് നേരത്തെയും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തിരിച്ചറിയേണ്ടത്, ഇടതുപക്ഷത്തിന് ഒന്നും തിരിച്ചറിയാനില്ല എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഇടതുപക്ഷവും ഇത് തിരിച്ചറിയേണ്ടതുണ്ട്, ഈ കള്ളത്തരം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെതിരെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ സ്വരം ഉയരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വർഗീയ വിധ്വംസക അംശം ഈ പ്രസ്താവനയിലൊക്കെ ഉണ്ട്. രാജ്യസഭയിലേക്ക് പോകുന്ന ആളുകളെ ഒരു മതത്തിൻ്റെ ചാപ്പ കുത്തുന്നു, അവരെന്തോ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് ഒരു വളരെ നമുക്ക് കേസെടുക്കാവുന്ന, അത് തീർച്ചയായും അതിനെ ലീഗൽ നടപടിയിലേക്ക് പോകാവുന്ന എലമെന്റ് തന്നെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു പ്രീണനവും ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയായാൽ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രീണന പ്രസ്താവനകളുടെ ഒക്കെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവിഹിതമായി എന്തൊക്കെയോ നേടുന്നു എന്നതാണ്. ഇപ്പം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന പ്രസ്താവന, 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വന്നപ്പോൾ ആ 3ഉം ന്യൂനപക്ഷങ്ങൾക്ക് വിളമ്പിക്കൊടുത്തു എന്നാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ 2 സീറ്റുകളിലേക്ക് പോകാനിരിക്കുന്നത് മുസ്ലിം കാൻഡിഡേറ്റുകളാണ്, 1 സീറ്റിലേക്ക് ക്രൈസ്തവ കാൻഡിഡേറ്റുമാണ് പോകാൻ പോകുന്നത്. എന്താണ് ഇവിടെ മുസ്ലിങ്ങൾ അനർഹമായി നേടിയിട്ടുള്ളത്? അല്ലെങ്കിൽ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അനർഹമായി നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നത്? മുസ്ലിങ്ങൾ എന്താണ് അനർഹമായത് നേടിയത് എന്നത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം തിരിച്ചുണ്ടല്ലോ. നേടിയാൽ എന്താണ്? കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താണ്? ഞാൻ നേരത്തെ ചോദിക്കാനിരുന്ന ചോദ്യമാണ്. കേരളത്തിൽ മറ്റെല്ലാ സമുദായക്കാളും മുകളിൽ കൂടുതൽ രാജ്യസഭാംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായാൽ എന്താണ് കുഴപ്പം? കാരണം ഇവർ സെലക്ട് ചെയ്യപ്പെടുന്നത് മുസ്ലിം ആയതുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടുകയാണോ, അതല്ല പാർട്ടിയുടെ നേതാക്കളായതുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടുകയാണോ? മുസ്ലിം സമുദായത്തിൽ PP സുനീറാണ് ഈ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഒരാൾ. വളരെ കാലമായി അദ്ദേഹം CPIയുടെ നേതൃനിരയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ മുസ്ലിം ആയതുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരികയാണോ? അങ്ങനെ നമ്മൾ ഓരോ സമുദായത്തെയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഓരോ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഓരോ സമുദായത്തിനും പറയാൻ പരാതികളും പരിഭവങ്ങളും എത്രയുണ്ടാകും? മുസ്ലിം സമുദായം തന്നെ എത്ര പരാതികൾ പറയേണ്ടി വരും?
മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ലാതെ ഒരുമിച്ചുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയിട്ടില്ലേ? കേരളത്തിൽ നിന്ന് ഇക്കാലത്തിനിടയിൽ രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ മുന്നിൽ വെച്ച് പരിശോധിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് അവൈലബിൾ ആണല്ലോ. നമുക്കൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത് ആരൊക്കെയാണ് എന്ന് കിട്ടും. അതിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട് എന്ന്, ക്രൈസ്തവർ എത്രയുണ്ട് എന്ന്, ഹൈന്ദവ സമുദായത്തിൽ നിന്ന് എത്ര ആളുകളുണ്ട് എന്ന് വളരെ വ്യക്തമായി കണക്ക് കിട്ടും. എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ശരി, മുസ്ലിം സമുദായം അവർക്ക് അർഹിക്കുന്നതിൻ്റെ അടുത്തെത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല. അതാണ് നമ്മൾ പറയേണ്ടത് കാര്യം. ജനസംഖ്യ തന്നെ അല്ലെന്ന്, ജനസംഖ്യ മാത്രമല്ല, ഈ സമൂഹത്തിനകത്ത്, ഈ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ അകത്ത് ഈ സമുദായം എടുത്തിട്ടുള്ള റോളുണ്ട്. ആ റോളിന് പരിഹാരം കിട്ടുന്നില്ല, പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഇപ്പോഴും അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോഴാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ അർത്ഥം സത്യത്തിൽ എന്താണെന്ന് അറിയോ താങ്കളെ? അത് നിങ്ങൾ ചോദിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാകുന്നതിനെ തന്നെ നിങ്ങൾ തന്നെ അടക്കിക്കൊള്ളണം. അയ്യോ, ഞങ്ങളത് ചോദിക്കാൻ ഒക്കില്ല, അത് പറയാൻ ഒക്കില്ല എന്ന നിലയിലെത്തണം. നമ്മൾ റെപ്രസെന്റേഷന് വേണ്ടിയുള്ള നമ്മുടെ സംസാരം തന്നെ നിർത്തണം എന്നാണ് അർത്ഥം. തീർച്ചയായും. ഇനി നോക്കൂ, നമ്മൾ ജനസംഖ്യാനുപാതികമായി ഇത് പരിശോധിച്ചാൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനം ഉള്ളവർക്ക് ഉണ്ടാവും. അതിൽ സർക്കാർ ഉദ്യോഗത്തിന്റെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈഴവരെയും മുസ്ലിങ്ങളെയും പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയിൽ 26%, ഇത് പറഞ്ഞാൽ ഏകദേശം 27% മുസ്ലിങ്ങളുണ്ട്. അവർക്ക് സർക്കാർ ഉദ്യോഗത്തിലെ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 11.4 കേരളത്തിൽ ഈഴവർ 22.2%. അവർക്ക് സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം 22.7 കൂടുതലാണ്. മുസ്ലിങ്ങൾക്ക് അവിടെ കുറവാണ്. ഇനി ഓരോ സമുദായത്തെ എടുത്ത് പരിശോധിച്ചാൽ മതി. 18.3% ക്രൈസ്തവർക്ക് 20.6% സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യമുണ്ട്. ഇനി നായർ സമുദായത്തെ നോക്കൂ, 12.5% അവർ കേരളത്തിലെ ജനസംഖ്യയിലുള്ളത്. 21% അവർ സർക്കാർ സർവീസിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാതിനിധ്യം നഷ്ടം ഉണ്ടായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിനാണ്. ഇനി ഓരോ തസ്തിക എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ മതി. ഇനിയിപ്പോൾ കേരളത്തിൽ ഉള്ള സർവകലാശാലകളിലെ ആകെയുള്ള വൈസ് ചാൻസലർമാരെ നമ്മൾ മതം തിരിച്ച് കണക്കെടുക്കുക, ഇതൊക്കെ തനി വർഗീയവാദികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളത് ഉന്നയിക്കേണ്ടത് പോലുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് അങ്ങനെ കണക്കെടുക്കുകയാണെങ്കിൽ അതിലൊരു മുസ്ലിമിനെ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള ആളുകളൊക്കെ ഏത് സമുദായക്കാരാണ്? ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ചു. ഇനി രാജ്യവ്യാപകമായി തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് സുദേശ് എം രഘു എന്ന് പറയുന്ന പൗരാവകാശ പ്രവർത്തകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. 15 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിയില്ല. ഇത്ര വലിയ ഭീകരമായ അവസര നഷ്ടം രാഷ്ട്രീയത്തിൽ, സർക്കാർ സർവീസിൽ, ഉദ്യോഗങ്ങളിൽ, മറ്റ് പല മേഖലകളിലും സാമൂഹിക നീതിയിൽ പോലും വലിയ നഷ്ടം ഉണ്ടായ ഒരു സമുദായമാണ്. പക്ഷേ നമ്മൾ ഈ നഷ്ടത്തെക്കുറിച്ച് പറയാറില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് മറ്റൊരു കലഹത്തിന് കാരണമാകേണ്ട എന്നുള്ളത് അത് പറയുന്നത് തെറ്റല്ല കേട്ടോ. സാമുദായികമായി പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വർഗീയമല്ല, അത് സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. ഇത് മനസ്സിലാകാത്ത ആളുകൾക്ക് നാരാ ലോകേഷിന്റെ പ്രസ്താവനയുണ്ട്. എന്തുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം തുടർത്തുമെന്ന് പറയുന്നതിന് അദ്ദേഹം പറയുന്നത് ഇത് പ്രീണനത്തിന്റെ പ്രശ്നമേ അല്ല, ഇത് സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ അനർഹമായ അത് നേടിയിട്ടുണ്ടോ എന്നതല്ല, അർഹമായതുപോലും മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കിയല്ലോ. കേന്ദ്രത്തിലുണ്ടായ നിയമത്തിൻ്റെ തുടർച്ചയായിട്ട്, ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായി കേരളത്തിൽ സാമ്പത്തിക സംവരണം വേണം, നമുക്ക് സവർണ സംവരണം എന്ന് പറയാവുന്ന ആ സംവരണത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് ആർക്കാണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ് വലിയ നഷ്ടം ഉണ്ടായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഈ പ്രവേശനങ്ങളിൽ പോലും വലിയ അവസര നഷ്ടം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളൊക്കെ സഹിച്ചവരാണ് ഈ സമുദായം. ഇത് വസ്തുതകൾ വെച്ച് മുന്നിൽ വെച്ച് സംസാരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് തയ്യാറാകില്ല, കെ സുരേന്ദ്രൻ തയ്യാറാകില്ല, ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ തീവ്ര സ്വഭാവമുള്ള ചിന്താഗതിക്കാർ തയ്യാറാകില്ല. ഇതാണ് ഇവർക്ക് എന്തും പറയാം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതാണ് അവസാനിപ്പിക്കപ്പെടേണ്ടത്. ഇപ്പം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നമ്മൾ പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു ചരിത്രത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണല്ലോ SNDP. ശ്രീനാരായണ ഗുരുവിന്റെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു? ആ പാർട്ടിയെ ഇന്ന് നയിക്കുന്ന വെള്ളാപ്പള്ളിയുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ചെയ്യുന്നത് സ്വന്തം സമുദായത്തിൽ, സ്വന്തം ചരിത്രത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനമല്ല അദ്ദേഹം. ഉറപ്പായിട്ടും ജാതിദ്വേഷം, മതദ്വേഷം ഏതുമേ കൂടാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ കക്ഷിയാണ്, പറഞ്ഞ ആളാണ് ഗുരു, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയഗതികൾ പൂർണ്ണമായി സംഘപരിവാറിൻ്റെ മുഴുവൻ രാഷ്ട്രീയത്തിനും എതിരാണ്, റദ്ദ് ചെയ്യുന്നതാണ്. അത് ചാതുർവർണ്ണയത്തിനെതിരാണ്.
ഇവിടെയുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരാണ്. ഈഴവ ശിവനെ വാഴിക്കാൻ ഒക്കും എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്, കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുഴുവൻ ശ്രമങ്ങളും ജാതീയതയ്ക്കെതിരായിരുന്നു. ഈ ജാതീയത എന്ന് പറയുന്ന ഇത് ചാതുർവർണ്ണ്യം, ചില സമുദായങ്ങൾ താഴെയും തൊട്ടുകൂടാത്തവരും നടക്കാൻ പറ്റാത്തവരും ഉണ്ണാൻ പറ്റാത്തവരും വാക്കുച്ചരിക്കാൻ പറ്റാത്തവരും തുണിയെടുക്കാൻ പറ്റാത്തവരുമായ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഈ ക്രൂരമായ ജാതീയതയ്ക്കെതിരാണ് ഗുരു നിലനിന്നിട്ടുള്ളത്. ഇന്ന് സംഘ് പരിവാറിന് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ, അതിനു വേണ്ടി വാദിക്കാൻ, അതിനുവേണ്ടി ആശയങ്ങൾ ഉണ്ടാക്കുകയും വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. സംഘ് പരിവാറിനെ ഒരാൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശ്രീനാരായണീയ ആശയഗതികളിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ്. ചരിത്രത്തെ തന്നെയാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഈ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇദ്ദേഹത്തിന് എന്തിനാണ് ഇദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം വർഗീയത പടർത്തുന്നത് ഇവിടെ സംഘപരിവാറിന് മണ്ണൊരുക്കാൻ വേണ്ടിയാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്ത ശ്രീനാരായണ ഗുരുവിനെ തള്ളിക്കളയുകയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം ചിന്തകൾ എനിക്ക് തോന്നുന്ന സമുദായത്തിനകത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് CPM അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. CPM യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ജാതിഭേദമില്ലാത്ത, വർഗീയതയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള, മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയത്തിന് നിൽക്കാൻ പറ്റുന്ന ആളുകൾ ആ സമുദായത്തിൽ നിന്ന് നിരവധിയായ നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ചരിത്രത്തെ മുഴുവൻ നിരാകരിച്ച് അതിൻ്റെ വിപരീതത്തിലാണ് ആര് നിൽക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത് എന്ന ഉണർവും എന്ന ചിന്തയും ആ സമുദായത്തിനകത്ത് തന്നെ ഉണ്ടായി വരേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത്തരം സാമുദായിക നേതാക്കളെ നേർവഴിയിലേക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ചേർത്തിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം രാജ്യത്തെ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുതിയ സാമൂഹിക സ്ഥിതി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഒക്കെ കൂട്ടായ്മയാണ്. രാജ്യത്തുടനീളം ആ കൂട്ടായ്മ രൂപപ്പെട്ടു വരേണ്ടതിന്റെ സാധ്യതയെക്കുറിച്ചാണ് എല്ലാവരും പറയുന്ന ഒരു സമയത്താണ്. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിന്റെ ഒപ്പം നിൽക്കേണ്ട ഒരാളാണ് ഈഴവ സമുദായത്തിന് തന്നെ നേതൃത്വം നൽകുന്ന വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഈ ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുന്നതിനെല്ലാം അദ്ദേഹം തന്നെ അപകടത്തിലേക്ക് നയിക്കുന്ന, ആ കൂട്ടായ്മയിൽ മുന്നിൽ നിൽക്കേണ്ട ആൾ തന്നെ അതിനെ തല്ലിച്ചതയ്ക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നത്? സംവരണം പോലെയുള്ള വിഷയങ്ങൾ എടുക്കാം. സംവരണ നഷ്ടത്തെക്കുറിച്ച് ആധികാരികമായി ഒരുമിച്ച് നിന്ന് സംസാരിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ നേരത്തെ കിനാലൂടെ സൂചിപ്പിച്ച സാമ്പത്തിക സംവരണമാവട്ടെ, സംവരണ അട്ടിമറികളാവട്ടെ, ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ആത്മാഹുതി സമരവുമായി ഇറങ്ങിയവരാണ് ഇവിടുത്തെ സംഘപരിവാറുകാർ. ആകെ അങ്ങ് ഇളകി വശാവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം സംഘപരിവാറിന് ആവശ്യം എന്തായിരുന്നു? ഈ ഒരു ബ്രാഹ്മണിക്കലായ മേധാവിത്വമുള്ള ഒരു സാമൂഹിക ഘടനയാണ്. അവർക്ക് ആവശ്യം ജാതി വിഭാഗത്തിൽപ്പെട്ട താഴ്ന്നവരെന്ന് മുദ്രകുത്തപ്പെട്ട മനുഷ്യർ അവരുടെ വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു വരരുത് എന്നതാണ്. അവരെല്ലാം അവർക്ക് താല്പര്യമുള്ള ഒരു മതബോധത്തിൽ മാത്രം നിൽക്കണം. അവരുടെ യഥാർത്ഥ ജാതിയും ആ ജാതി അവരെ ഏൽപ്പിച്ച പിന്നാക്കാവസ്ഥയും അത് മറികടക്കാനുള്ള ശ്രമവും ആ ജാതീയമായ കൂട്ടായ്മയും ആ സംവരണം നേടിയെടുക്കാനുള്ള സമരങ്ങളും രൂപപ്പെടരുത് എന്നാണ് ആരുടെ താല്പര്യം? സംഘപരിവാറിൻ്റെ താല്പര്യം. അതുകൊണ്ട് സംവരണ പോലെയുള്ള സംഗതികൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം ആവശ്യമല്ല, പിന്നാക്ക വിഭാഗങ്ങളും ചേരേണ്ടതാണ്. ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ വലിയൊരു അട്ടിമറി നടത്തുന്നത്. അദ്ദേഹം ന്യൂനപക്ഷ സമൂഹങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തുകയും അവരെ വർഗീയമായ ചാപ്പ കുത്തുകയും അവരെന്തോ നേടിയെടുക്കുന്നു എന്ന് പറയുകയും ചെയ്യുക വഴി ഈ സമരത്തെ തന്നെയും സംവരണത്തിന് വേണ്ടിയുള്ള യോജിച്ച പോരാട്ടത്തെ തന്നെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അതിൽ സത്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ച് BJP RSS നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ വീടുകൾ സന്ദർശിക്കുന്നു, ക്രിസ്മസ് ആശംസകൾ നേരാൻ വേണ്ടിയിട്ട്
ചർച്ചുകളിൽ പോകുന്നു, ബിഷപ്പുമാരെ ചെന്ന് കാണുന്നു. ഇങ്ങനെ പലതരത്തിൽ ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട്. അത് ഒരളവോളം ഫലപ്രദമായിട്ടുണ്ട്. മറുഭാഗത്ത് നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ചില തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, നമ്മളതിൻ്റെ പേരൊന്നും പറയേണ്ടതില്ല, അത്തരം ചില ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന RSSന് വേണ്ടി പണിയെടുക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ തന്നെ RSS നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലും നിസ്സാരവൽക്കരിക്കുന്നു. മണിപ്പൂരിൽ ഗോത്ര പ്രശ്നമാണെന്ന് ആദ്യം പറഞ്ഞത് ഈ തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. അത് മണിപ്പൂരല്ലേ, അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നല്ലേ ഗ്രഹാം സ്റ്റീൻസിനെ കുറിച്ച് പറയുന്ന സമയത്തും അത് അന്നത്തെ ഒരു സാഹചര്യം എന്നുള്ളത് വിശദീകരിക്കുന്നു. ഇങ്ങനെ വർഗീയമായി തന്നെ സംഘടിച്ച ഒരു വിഭാഗം ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. അവരുടെ ആശയ പ്രചാരണത്തിന് കൂടി ചില ക്രൈസ്തവരെങ്കിലും വഴിപ്പെട്ടു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു സ്ഥിര സ്വഭാവത്തിൽ നിൽക്കുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം BJP എന്താണ് എന്ന്, സംഘപരിവാർ എന്താണ് എന്ന് കേരളത്തിന് പുറത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകൾക്കും അറിയാം. കാരണം അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ BJPയെ RSSനെ കേരളത്തിലെ ക്രൈസ്തവർ അനുഭവിച്ചിട്ടില്ല. അവർ ഈ ഉത്തരേന്ത്യ വാർത്തകൾ കേൾക്കുന്നതേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് കർണാടകയിൽ പോലും ക്രൈസ്തവ സ്കൂളുകൾക്കെതിരെ അതിക്രമം നടത്തിയതിൻ്റെ വാർത്തകൾ വരുന്നു. ക്രൈസ്തവ ചർച്ചുകൾ തകർക്കാൻ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സഭകളുടെ ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിലേക്ക് തന്നെ കേരളത്തിലെ സഭകൾക്കും വരേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ചില വർഗീയ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു വിഭാഗം വീണുപോയെങ്കിലും അവർ തിരിച്ചു വരും. അവർ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണ് എന്ന് അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ആത്യന്തികമായി നിരാശപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നമുക്ക് 11 മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തി എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇത് വീണ്ടെടുക്കാൻ കഴിയുന്നിടത്ത് തന്നെയാണ് ഞാനുള്ളത്. ആ ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ രാഷ്ട്രീയം വിളയും, പക്ഷേ വർഗീയത വിളയില്ല എന്ന് നമ്മുടെ കാഴ്ചപ്പാടിന് ശക്തി പകരേണ്ടതുണ്ട്. ഇവിടെ ന്യൂനപക്ഷങ്ങളായാലും പിന്നാക്ക വിഭാഗങ്ങളായാലും ഒരേ മേച്ചിൻ പുറത്ത് ജീവിക്കേണ്ടവരാണ്, ഒരുപോലെ തോളോട് തോൾ ചേർന്ന് ജീവിക്കേണ്ടവരാണ്. അതിനിടയിൽ ഛിദ്രതയുണ്ടാക്കി സംഘപരിവാർ ശക്തികൾക്ക് അല്ലെങ്കിൽ വർഗീയ കക്ഷികൾക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത്തരം ചിന്തകളിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരേണ്ട സമയമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.